ഹായ് സാർ, നമ്മുടെ കാൾട്ടനേജിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സാറിൻ്റെ എക്സ്പീരിയൻസ്? അതായത് വരുന്നതിന് മുമ്പ് ട്രേഡിങ്ങിനെ പറ്റിയുള്ള നോളജ് എങ്ങനെയായിരുന്നു, വന്നു കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള നോളജ് എന്തായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ട്രേഡിങ്ങിനെ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രേഡിങ് എന്തുവാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഓക്കെ. ഞാൻ ഈ പലരും ട്രേഡ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പ്രോഫിറ്റ് കിട്ടുന്നു, ലോസ് ആവുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പല ഇൻ്റർവ്യൂസ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആഡ് കണ്ടത്. അങ്ങനെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഇവിടുന്ന് എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. ഞാൻ എന്തായാലും ഇവിടെ വന്ന് കണ്ട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ട് സംസാരിച്ച് അപ്പം എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, ട്രേഡിങ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടി. നമുക്ക് ട്രേഡിങ്ങിലേക്ക് വരാൻ പറ്റുമെന്നും ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവബോധം എനിക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരികയും ഈ ട്രേഡിങ്ങിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പഠിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആദ്യമേ ഞാൻ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫണ്ട് ഇട്ട് ചെയ്യുമ്പോൾ 1000 രൂപ ഇട്ടാൽ പോയ 1000 രൂപയല്ലേ പോകത്തുള്ളൂ. കിട്ടിയ ഒരു 5000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നു. അപ്പോൾ 1000 രൂപ ഇട്ട് ഞാൻ ട്രേഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ലോസ് വന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ 1000 രൂപ ഇടുമ്പം നമുക്കത് റിക്കവർ ചെയ്യാൻ നമുക്കൊരു ലോസിലോട്ട് വന്നിട്ടാണല്ലോ ഒരു പ്രോഫിറ്റിലേക്ക് ട്രേഡ് വരുന്നത്. അപ്പോൾ ഈ ലോസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ റിക്കവർ ചെയ്യാനുള്ള എമൗണ്ട്, ബാക്കപ്പ് എമൗണ്ട് അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പിന്നെ ഫണ്ടുകൾ കൂട്ടി ട്രേഡ് ചെയ്ത് നമ്മൾ മെൻറ്റേഴ്സ് പറയുന്ന പോലെ എല്ലാം ഫോളോ ചെയ്ത്. പിന്നെ എനിക്കൊരു പ്രശ്നം പറയുന്നത്, ഞാൻ ഈ SL വയ്ക്കത്തില്ലായിരുന്നു. സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ട്രേഡ് ചെയ്യും. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വീണ്ടും ചോദിച്ചു. ഞാൻ ഇവിടെ വന്ന സമയത്തെല്ലാം എനിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇവിടെ വരും. കൊല്ലത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും ദൂരം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ ഒരുപാടുണ്ടായി. ഇപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നല്ല ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, നല്ല പ്രോഫിറ്റിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്ന പോലെ എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് അപ്പം കറക്റ്റായിട്ട് ആ ഒരു നല്ലൊരു ഐഡിയയിലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ കണ്ട പല സ്ഥലങ്ങളിലും ഈ നമ്മളിതിൻ്റെ പരസ്യങ്ങൾ കാണും. ഇപ്പം ട്രേഡിങ്ങിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ട്രേഡിങ് എന്തുവെന്ന് ഇതിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ യൂട്യൂബിനകത്തും സംഭവം ട്രേഡിങ്ങിനെ പറ്റി പല ക്ലാസ്സുകളും വീഡിയോകളും എല്ലാം കാണും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ആ ഒരു ക്ലാസ്സും ആ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ തരുന്നത്. എല്ലാം കറക്റ്റ് ഒരാളെ എങ്ങനെ ഫോളോ ചെയ്യണം, ഇപ്പം നല്ലൊരു അറിവുള്ള ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയും അറിവില്ലാത്തൊരാൾക്ക് ട്രേഡിങ്ങിനെ പറ്റി അറിവ് കുറഞ്ഞ ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന സ്ട്രാറ്റജി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിന് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതൊരു നല്ല സ്ഥാപനമാണ്. നല്ല രീതിക്ക് ഇവിടുന്ന് നമുക്ക് കോഴ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറഞ്ഞതുപോലെ സാധാരണ ആൾക്കാർ ഓരോ സ്ഥാപനത്തെ പറ്റി ഭയങ്കര പരസ്യങ്ങളും വാക്കുകളും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് പറ്റിക്കപ്പെടുകയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മളിവിടെ വന്നതിന് ശേഷം, ഞാൻ ആദ്യം വരുന്നതിന് മുമ്പ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു പറ്റിപ്പ് എന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ നമുക്കൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് തിരക്കിയിട്ട് വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് സംസാരിച്ചു കാര്യങ്ങൾ ഇവിടെ വന്ന് പഠിച്ചപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇത് നല്ലൊരു മേഖല, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുക എന്നുള്ളതിനുപരി ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക എന്നുള്ളതാണ്. പ്രോഫിറ്റബിൾ ട്രേഡർ ആവണമല്ലോ, അങ്ങനെ ആയതുകൊണ്ടേ ഇതിനകത്ത് കാര്യമുള്ളൂ. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റി. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രേഡിങ് ഒരിക്കലും പഠിച്ച് തീരാത്തൊരു മേഖല. ഓരോ ദിവസവും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നു. പിന്നെ നമ്മളെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇവിടുന്നൊരു സപ്പോർട്ടുണ്ട്, നമുക്ക് നല്ലൊരു സപ്പോർട്ട്. അതാണ് നമുക്ക് ഈ ട്രേഡിങ്ങിനകത്തുള്ള ഏറ്റവും വലിയൊരു ധൈര്യം. ഞാൻ ആദ്യമേ ട്രേഡിങ്ങിനകത്ത് വരുന്നില്ല, ട്രേഡ് ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കാണ് ഞാൻ ഇതിലേക്ക് വന്നതും. അപ്പോൾ എനിക്ക് നല്ലൊരു മേഖലയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റിയത്. ലോസുകളൊക്കെ വരാറുണ്ടോ? ലോസുകളൊക്കെ ഇഷ്ടംപോലെ ലോസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നുള്ള നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നഷ്ടം ലാഭം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ നഷ്ടം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് നമ്മൾ അതിനെ റിക്കവർ ചെയ്യാൻ നോക്കി. അപ്പോൾ നമ്മളെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് തേടി മെൻറ്റേഴ്സ് നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളെ നഷ്ടം എവിടെയാണെന്നുള്ളത് അവരെ കാണിച്ചു കൊടുത്ത് അവരത് കറക്റ്റ് ചെയ്ത് തന്നു. എൻ്റെ നഷ്ടം ഞാൻ വരുത്തിയിട്ടുള്ള നഷ്ടമാണ്, അല്ലാതെ അവർ പഠിപ്പിച്ചതിനകത്തുള്ള നഷ്ടമല്ല. എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ ഞാൻ വരുത്തിയ നഷ്ടം. അതായത് ഞാൻ കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാതെ ചെയ്തുകൊണ്ടുള്ള നഷ്ടമാണ് എനിക്ക് വന്നത്. അവർ പറയുന്ന പോലെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്താൽ ഒരിക്കലും നഷ്ടം വരത്തില്ല. ആർക്കും നല്ലൊരു ട്രേഡറായി മാറാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ ലാപ്ടോപ്പ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, മൊബൈലിൽ അങ്ങനെ വലുതായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചതും ട്രേഡ് ചെയ്യാൻ പറ്റിയതും. ഇപ്പം ഞാനൊരു ഫ്രീ ആയിട്ടൊരു മൈൻഡായിട്ടാണ് അതിനെ കാണുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ സാധാരണ ട്രേഡിങ്ങിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് തലയിൽ ചൊറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ കാണുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇതായിട്ട്, അങ്ങനെ ഓവറായിട്ട് അതല്ല,
നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം അവർ പറയുന്ന സ്ട്രാറ്റജി നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുമെന്നറിയാം. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സുകളുടെ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും? ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളാണ്. എല്ലാ മെൻറ്റേഴ്സും ഒന്നിനൊന്നിനും മെച്ചമാണ്. നമുക്കിപ്പം ഒരാൾ ചെറുത് ഒരാൾ വലുതൊന്നും പറയാനില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം. എല്ലാവരും പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കറക്റ്റായിട്ട് അറിയാവുന്നവരെയും അറിയാത്തവരെയും പഠിപ്പിക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് അവർ പഠിപ്പിച്ചെടുക്കും. കാരണം ട്രേഡിങ്ങിൻ്റെ ബാലപാഠം അറിയാതെ വന്ന ആളാണ് ഞാൻ. എനിക്ക് ഇത് ഇന്നതാണ് ട്രേഡിംഗ് എന്നും ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് വന്നാൽ അത് ഇത്രേ ലോസേ ഉണ്ടാകത്തുള്ളൂ എന്നെല്ലാം പഠിപ്പിച്ചതും ഇതിനകത്തുനിന്ന് ഇതാണ് എന്താണ് ട്രേഡിംഗ് എന്ന് വരെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷം. റിസ്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. റിസ്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. റിസ്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റുകളായി മാറാൻ പറ്റും. റിസ്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകും. അത് അവരുടെ ഉത്തരവാദിത്തമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അവർ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡായി മാറാം. ആർക്കും എത്ര അറിയാത്തവരാക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു ട്രേഡ് ഇവിടെ വന്ന് പഠിച്ചാൽ നല്ലൊരു ട്രേഡായി മാറാമെന്നുള്ളത് 100% 100% ഉറപ്പാണത്. ഓക്കെ, താങ്ക് യു.